തൃശ്ശൂരിൽ നിന്നും 7 മണിക്കൂർ യാത്ര, ഒരു പീസ്ഫുൾ പ്ലേസിലേക്ക്. സാറ്റർഡേ വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചു. രാത്രി ഇച്ചിരി വൈകിയതിനാൽ നേര്യമംഗലത്തും നീലാംബരി എന്നൊരു സ്റ്റേ ചെയ്തു ഫ്രഷായി രാവിലെ യാത്ര തുടങ്ങി. നേര്യമംഗലം വഴി പെരിയാർ നദിയുടെ തീരത്തിലൂടെ പോകുമ്പോൾ പെരിയാർ ഡാമും ലോവർ പെരിയാർ ഹൈഡ്രോ പവർ സ്റ്റേഷനും കാണാൻ കഴിഞ്ഞു. ഈ റൂട്ടിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്, പക്ഷേ സീസൺ അല്ലാത്തതിനാൽ വെള്ളം കുറവായിരുന്നു. രാമക്കൽമേടും അടുത്തുള്ള വ്യൂ പോയിന്റ്സും ഈ യാത്രയുടെ ഭംഗി കൂടുതലാക്കി. ഇടുക്കിയുടെ രുചി നിറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ഞങ്ങൾ യാത്ര തുടർന്നു. കുറച്ച് ദൂരമൊഴികെ ബാക്കിയെല്ലാം റോഡ് നല്ലതായിരുന്നു കേട്ടോ. ഈ റൂട്ടിൽ തന്നെയാണ് സുരുളി വാട്ടർഫാളിലേക്കുള്ള വഴി. കമ്പൻ റൂട്ടിൽ കുറച്ച് ഏരിയ ഫോറസ്റ്റ് ആണ്. അവിടെ നിന്നു കമ്പൻ ടൗണിൻ്റെ സുന്ദര കാഴ്ച കാണാം. റോഡിൻ്റെ ഇരുവശങ്ങളിലും നീണ്ടുകിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങളും കൃഷിയിടങ്ങളും യാത്രയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകി. ചിന്നമാനൂർ വഴി ഞങ്ങൾ മേഘമലയിലേക്ക് ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസും ആൽക്കഹോളും ഒന്നും മേഘമലയിലോട്ട് അലൗഡ് അല്ല. ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായി തന്നെ മുരുകൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ചെക്ക് പോസ്റ്റ് രാവിലെ 6 മണിക്ക് തുറക്കുകയും വൈകിട്ട് 5 മണിക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യും. 5 മണിക്ക് ശേഷം മേഘമലയിലോട്ട് എൻട്രി ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് കഴിഞ്ഞ് മേഘമലയിലേക്കുള്ള യാത്ര തുടർന്നു. ഓരോ ഹെയർ പിൻ തിരിയുമ്പോഴും പുതിയ കാഴ്ചകളാണ് ഞങ്ങളെ വരവേറ്റത്. കുറച്ച് ദൂരം ഫോറസ്റ്റിലൂടെ മൗണ്ടൻ വ്യൂസ് കണ്ട് യാത്ര തുടരുമ്പോൾ റോഡരികിൽ കുരങ്ങന്മാരെയും ടീ എസ്റ്റേറ്റിലൂടെ വെള്ളം കുടിക്കാൻ പോകുന്ന ആനയെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ വലിയ ഹോട്ടൽസും ലക്ഷറി സ്റ്റേസും ഒന്നുമില്ല. ആകെയുള്ളത് പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസ് ആണ്. അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ചെറിയ ചായക്കടകൾ ഉണ്ടെങ്കിലും ഫുഡ് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. ഞങ്ങൾ ആദ്യം പോയത് മഹാരാജ മേട്ടുവിലാണ്. വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് നടന്നു. അവിടെ എൻട്രി ഫീ ഉണ്ട്. ഞങ്ങൾ 5 പേർക്ക് 150 രൂപ, അതും ക്യാഷായി മാത്രം. ക്യാഷായി ഇല്ലാത്തതുകൊണ്ട് ഒരു തമിഴ് ഫാമിലി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. യാത്രയിൽ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം. സോ ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ക്യാഷ് ഉണ്ട്, എല്ലാം വണ്ടിക്കകത്തായിരുന്നു. അപ്പോൾ ഒരു ബ്രോ ഞങ്ങൾക്ക് ക്യാഷ്, മിസ്റ്റർ ഹേമചന്ദ്രൻ ഞങ്ങൾക്ക് ക്യാഷ് തന്നു. ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ സിഗ്നൽ ഇല്ല. അപ്പോൾ ഞങ്ങൾ താഴെ പോയിട്ട് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. താങ്ക് യു ഹേമചന്ദ്രൻ. മേഘമലയിൽ നെറ്റ്വർക്ക് എത്തില്ല എന്ന് പറയുന്നത് സത്യം തന്നെ. അതുകൊണ്ടാവും ഇവിടെ കുറച്ച് പോസ്റ്റ് ഓഫീസ് കാണാൻ കഴിഞ്ഞു. ടി എസ്റ്റേറ്റ് ജീവനക്കാർ ഇപ്പോഴും ലെറ്ററിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. സൺഡേ ആയിട്ടും ഇവിടെ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. മഹാരാജമേട്ടു വ്യൂ പോയിന്റ് കൂടാതെ തന്നെ മനാലാർ ബിഗ് ബ്രിഡ്ജും മനാലാർ ടി എസ്റ്റേറ്റും ഇരുവങ്ങലാർ ഡാമും ഓരോ ഇടവും പുതിയ അനുഭവമായിരുന്നു. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് മേഘമല. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തിരിച്ചു.